വാർധയിലെ ആശ്രമത്തിലേക്ക് ഗാന്ധിജിയെ കാണാനെത്തുന്നൊരു കുട്ടി. കീറിപ്പൊളിഞ്ഞ വേഷവും ഏറെ തളർന്നു കുഴഞ്ഞ ഭാവവുമായിട്ടാണ് ആ ബാലൻ കടന്നു വരുന്നത്. അവനെ കണ്ടതും നിറയെ ആളുകൾ ചുറ്റും കൂടി. അവരെല്ലാം ആ കുട്ടിയോട് നിറഞ്ഞ ഉത്സാഹത്തോടെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി അവൻ ഒറ്റ മറുപടി മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായിരിക്കും ആ മറുപടി? നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമാണ് ഗാന്ധിജിയുടെ അതിഥി. ആരാണ് ഗാന്ധിജിയുടെ അതിഥി എന്ന് നമുക്ക് നോക്കിയാലോ? വിഷ്ണുനാരായണൻ നമ്പൂതിരി എഴുതിയ ഒരു കവിതയാണ്. തുളസീദളങ്ങൾ എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം. പുകഴ്പെറും വാർധയിൽ അന്നൊരു നാൾ പുലരിക്കതിരിനോടൊപ്പമൊപ്പം പടികടന്നാശ്രമത്തിൻ്റെ നേർക്കായി ഒരു പിഞ്ചു കാലടിപ്പാടു കാണായി. വാർധയിലെ പുകഴ്പെറ്റ പേരുകേട്ട വാർധ എന്ന മഹാരാഷ്ട്രയിലുള്ള ഒരു ആശ്രമമാണ്, ഗാന്ധിജിയുടെ ആശ്രമമാണ് വാർധ ആശ്രമം. അവിടേക്ക് പുലരിക്കതിരിനോടൊപ്പം ഉദയസൂര്യനോടൊപ്പം നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. അതാണ് പുലർകാലത്ത് ആ ആശ്രമത്തിൻ്റെ പടി കടന്ന് ഒരു പിഞ്ചു പൈതൽ വരുന്നുണ്ട്. ഒരു പിഞ്ചു കാലടിപ്പാട്, ഒരു ചെറിയൊരു കുട്ടി കടന്നു വരുന്നു. കീറിപ്പൊളിഞ്ഞത് അവൻ്റെ വേഷം, ഏറെ തളർന്നു കുഴഞ്ഞ ഭാവം. അവൻ്റെ വേഷവും ഭാവമൊക്കെ എങ്ങനെയാണ്? അവൻ്റെ വസ്ത്രമാകെ കീറിപ്പറഞ്ഞതാണ്. ഏറെ തളർന്നു കുഴഞ്ഞ ഭാവം, ഏറെ സഞ്ചരിച്ചതിൻ്റെ ക്ഷീണവും തളർച്ചയും ഒക്കെ അവൻ്റെ മുഖത്തുണ്ട്. ചുറ്റുമണഞ്ഞു ചോദ്യങ്ങൾ തൂകും ഉത്സുകരാകും മുഖങ്ങളോടായി ഉത്തരമൊന്നേ പറഞ്ഞിതുണ്ണി ഇക്ഷണം ബാപ്പുവെ കണ്ടിടേണം. കീറിപ്പറഞ്ഞ വേഷവും തളർന്നു കുഴഞ്ഞ ഭാവവുമായിട്ട് വരുന്ന ആ ബാലനെ കണ്ടതും നിറയെ ആളുകൾ ചുറ്റും കൂടി. ഉത്സുകരാകും മുഖങ്ങളോടായി, അവരുടെ മുഖത്തൊക്കെ ഒരു ഉത്സുകതയുണ്ട്. ഈ കുട്ടി എന്തിനാണ് ഈ ആശ്രമത്തിലേക്ക് അതിരാവിലെ പടികടന്നു വരുന്നത്? എല്ലാവരുടെയും മുഖത്തുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ അവന് ചുറ്റും കൂടി. ഉത്സുകരാകും, അവരിങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ, നീ ആരാണ്, എന്തിനു വന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം ഇല്ലേ? അപ്പോഴൊക്കെ ആ കുട്ടി എന്താണ് എല്ലാവരോടുമായി പറഞ്ഞത്? ഉത്തരമൊന്നേ പറഞ്ഞിതുണ്ണി ഇക്ഷണം ബാപ്പുവെ കണ്ടിടണം. അവന് ഒരേ ഒരു ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ, ഈ നിമിഷം, ഇക്ഷണം, ഈ നിമിഷം എനിക്ക് ബാപ്പുവെ കാണണം. ബാപ്പുജി എന്ന് ഗാന്ധിജിയെയാണ് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ഷണത്തിൽ തന്നെ, എനിക്ക് ഇപ്പോൾ തന്നെ ബാപ്പുജിയെ കാണണം എന്നാണ് ആ കുട്ടി പറഞ്ഞത്. 100 ആൾക്കാർ വരിവരിയായി തിക്കി നിൽക്കും കാര്യശാലയിങ്കൽ ഒരു കൊച്ചു പായമേൽ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിരിക്കുന്ന കർമ്മയോഗി ആ കൊച്ചു സന്ദർശകനെ നേരിൽ വെക്കമടുക്കൽ വിളിച്ചിരുത്തി. 100ഓളം ആളുകൾ ആ ആശ്രമത്തിൽ ഗാന്ധിജിയെ കാണാനായിട്ട് ആ കാര്യാലയത്തിൽ, ആ വാർധയിലെ ആശ്രമത്തിൽ നിൽപ്പുണ്ട്. വരിവരിയായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഗാന്ധിജി എന്താ ചെയ്യുന്നത്? ഗാന്ധിജി ഒരു കൊച്ചു പായയിൽ പുഞ്ചിരിച്ച മുഖവുമായി ഇരിക്കുന്നുണ്ട്. അങ്ങനെ വരിവരിയായി ആളുകൾ നിൽക്കുന്നുണ്ട് എങ്കിലും ഗാന്ധിജി എന്ത് ചെയ്തു? ബാലനായ ആ കൊച്ചു സന്ദർശകനെ വേഗം വെക്കമടുക്കൽ വിളിച്ചിരുത്തി, തൻ്റെ അടുക്കലേക്ക് വിളിച്ച് ഇരുത്തി. കൊണ്ടൊന്നൊഴിഞ്ഞവാറെ ഗദ്ഗതം കൊണ്ടു മൊഴിഞ്ഞതുണ്ണി. ഗാന്ധിജി വളരെ സ്നേഹത്തോടെ തൻ്റെ കൈകൾ കൊണ്ട്, അതാണ് തൃക്കരം, കൈകൾ കൊണ്ട് കുട്ടിയെ തലോടിയതേ ഉള്ളൂ. അപ്പോഴേക്കും സങ്കടം കൊണ്ട് വിഷമത്തോടെ ഗദ്ഗത കണ്ഠനായിട്ട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, പോയിതൻ അച്ഛനും അമ്മയും, ഞാൻ ഏകൻ, എനിക്കിനി ആരുമില്ല. താൻ ഏകനാണ്, തനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, അവരൊക്കെ നഷ്ടപ്പെട്ടു, തനിക്ക് ആരുമില്ലെന്നാണ് അവൻ്റെ സങ്കടം. തുടരാൻ കഴിഞ്ഞില്ല കണ്ണുനീരാൽ ഇടരാറ്റുമാറപ്പോൾ ഓതിതാതൻ, കുഞ്ഞെ നിനക്കുള്ളതാണി കാണും ഞങ്ങളും നമ്മുടെ ആശ്രമവും, ഇവിടെ നീ എന്നോമലുണ്ണി, വേറിട്ടിനിമേൽ നീ എങ്ങുമേ പോയിടേണ്ട. ഗാന്ധിജി എന്താ പറഞ്ഞത്? കുഞ്ഞെ, ഈ കാണുന്ന ആശ്രമവും ഇവിടെയുള്ളവരും നിനക്കുള്ളതാണ്. ഇവിടെ നീ എൻ്റെ വാത്സല്യം നിറഞ്ഞ കുട്ടിയാണ്.
അതുകൊണ്ട് ഇവിടം വിട്ട് നീ എങ്ങോട്ടും പോകേണ്ടതില്ല. നീ എൻ്റെ പൊന്നോമലാണ്, നീ എന്നോമലുണ്ണിയാണ്, എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് എവിടേക്കും പോയിടേണ്ട എന്നാണ് പറഞ്ഞത്. നേതാക്കൾ, പത്രക്കാർ, ചക്രവർത്തി, ദൂതന്മാർ എല്ലാം പിരിഞ്ഞു പോകെ മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർതെന്നൽ പോലവൻ മാത്രമായി അക്ഷീണ മന്ദസ്മിതവുമായിട്ടപ്പോഴും നൂൽക്കും ഗുരുവുരച്ചു. ഗാന്ധിജിയെ കാണാനായിട്ട് നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നേതാക്കന്മാരുണ്ട്, പത്രക്കാരുണ്ട്, ചക്രവർത്തിയുടെ ദൂതന്മാരുണ്ട്. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി. മഴ പെയ്ത് തീർന്നിട്ടും വീശി നിൽക്കും കുളിർ തെന്നൽ പോലവൻ മാത്രമായി. നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടും ഒരു ഇളങ്കാറ്റ്, തണുത്ത കാറ്റ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉണ്ടാവില്ലേ, അതേപോലെ ആ കൊച്ചു ബാലൻ മാത്രം ആശ്രമത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും ഒരു ക്ഷീണവും കൂടാതെ അക്ഷീണ മന്ദസ്മിതവുമായി ടപ്പോഴും നൂൽക്കും ഗുരുവുരച്ചു. അക്ഷീണ മന്ദസ്മിതം, അപ്പോഴും ഒരു ക്ഷീണവും കൂടാതെ പുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന ഗാന്ധിജി എന്ത് ചെയ്യുകയാണ്? നൂൽ നൂൽക്കുകയാണ്, ചർക്കയിൽ നൂൽ നൂറ്റുകൊണ്ടിരിക്കുകയാണ്. മകനെ പറഞ്ഞോളു വേണ്ട കാര്യം അരികിലണഞ്ഞു പറഞ്ഞിതുണ്ണി, അറിയില്ലെനിക്കൊരു വേല പോലും അലസനായി എമ്മിട്ടു പാർത്തിടും ഞാൻ. ഉതിരും അഭിമാന ബാഷ്പമോടെ മുകരുകയായി താതനുണ്ണി തന്നെ. എത്ര മനോഹരമായ വരികളാണ്. ഗാന്ധിജി ആ കുട്ടിയെ അരികിലേക്ക് വിളിച്ചു. ആ കുട്ടി എന്താണ് പറഞ്ഞത്? മകന് നിനക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ എന്ന് ഗാന്ധിജി ചോദിച്ചു. ആ സമയം ആ കുട്ടി ഗാന്ധിജിയുടെ അടുക്കലെത്തി ഇങ്ങനെ പറഞ്ഞു, അറിയില്ല എനിക്കൊരു വേല പോലും അലസനായി എമ്മിട്ടു പാർത്തിടും ഞാൻ. എനിക്കൊരു വേലയും ഒരു ജോലിയും അറിയില്ല. ഒരു ജോലിയും ചെയ്യാതെ അലസനായി ഞാൻ ഇവിടെ ഈ ആശ്രമത്തിൽ എങ്ങനെ കഴിയും? ഇത് കേട്ട് ഗാന്ധിജി എങ്ങനെയാണ്? ഉതിരും അഭിമാന ബാഷ്പമോടെ, കുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അഭിമാനത്താൽ നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ കുട്ടിയെ മുകരുകയായി പുണർന്നു കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. തുടർന്ന് ഗാന്ധിജി പറഞ്ഞു, ഇവിടെ താതനാണ് സ്വന്തം അച്ഛൻ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആലിംഗനം ചെയ്യുന്നത്, അവന് ആശ്വാസമേകുന്നത് എന്നതുപോലെ ഗാന്ധിജി ആ കുട്ടിക്ക് ആശ്വാസം, അതായത് തൻ്റെ മകനിൽ എങ്ങനെയാണോ ഒരു പിതാവ് അഭിമാനം കൊള്ളുന്നത്, അതേപോലെ ഗാന്ധിജിയും ആ കുരുന്നിൻ്റെ വാക്കുകൾ കേട്ട് വളരെ സന്തോഷാശ്രുക്കളാണ് അദ്ദേഹത്തിൽ നിന്നും ഉതിർന്നത്. ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. വാർധയിലെ ആശ്രമത്തിൽ എത്തിച്ചേർന്നത് ആരാണ്? ഒരു ബാലനാണ് അല്ലേ? ആ ബാലനാൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആശ്രമത്തിൽ അതിഥിയായി എത്തിയ ബാലൻ്റെ അവസ്ഥ എന്തായിരുന്നു? കീറിപ്പൊളിഞ്ഞതായിരുന്നു അവൻ്റെ വേഷം, വസ്ത്രങ്ങളൊക്കെ കീറിപ്പറഞ്ഞതാണ്. അവൻ്റെ ഭാവം എങ്ങനെയായിരുന്നു? ഏറെ ദൂരം സഞ്ചരിച്ച് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം കൊണ്ട് തളർന്ന് അവശനായ ഭാവമാണ് ഉണ്ടായിരുന്നത്. നിരവധി ചോദ്യങ്ങൾക്ക് മറുപടിയായി ആ ബാലൻ ഒന്നേ പറഞ്ഞുള്ളൂ. എന്താണ് പറഞ്ഞത്? ഇക്ഷണം ബാപ്പുവെ കണ്ടിടേണം, എനിക്കിപ്പോൾ തന്നെ ബാപ്പുവിനെ കാണണം എന്നാണ് പറയുന്നത്. അത് നിരവധി ആളുകൾ ഗാന്ധിജിയെ കാണാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ തൻ്റെ ആശ്രമത്തിലേക്ക് കടന്നു വന്ന കൊച്ചതിഥിയെ എങ്ങനെയാണ് ഗാന്ധിജി സ്വീകരിച്ചത്? ഒന്നല്ല പത്തല്ല കുഞ്ഞെ മക്കൾ 100 കോടിയെ പോറ്റിയിട്ടും ഇനിയും അമ്മയ്ക്കും അടിത്തടത്തിൽ ഇടമുണ്ടു നിങ്ങൾക്കു വേല നൽകാൻ. ഉണ്ണിക്കരമിതു പെറ്റ നാടിൻ കണ്ണുനീരൊപ്പാൻ കരുത്തിയെന്നാൽ അമ്മയ്ക്കു പിന്നെന്തു ദുഃഖം, അമ്മയുള്ളപ്പോൾ നമ്മൾക്കും എന്തു ദുഃഖം. എന്താ ഗാന്ധിജി പറഞ്ഞത്? കുഞ്ഞെ 1ഉം 10ഉമല്ല 100 കോടി മക്കളെ വളർത്തിയിട്ടും അമ്മയ്ക്ക് ഇനിയും മടിത്തട്ടിൽ നിങ്ങൾക്ക് ജോലി നൽകാൻ. കുഞ്ഞെ, ഈ കൈകൾ, നിൻ്റെ ഈ കുഞ്ഞു കൈകൾ നാടിൻ്റെ കണ്ണീരൊപ്പാനുള്ള കരുത്ത് ആർജിച്ചാൽ അമ്മയ്ക്ക് പിന്നെ ദുഃഖങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അമ്മ ഉള്ളപ്പോൾ നമ്മൾ മക്കൾക്കും എന്ത് ദുഃഖമാണ് ഉണ്ടാവുക? എന്താണ് ഈ വരിയുടെ അർത്ഥം? അമ്മയാണൊരു കുഞ്ഞിൻ്റെ സംരക്ഷണം എപ്പോഴും ഉറപ്പാക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സ്വരാജ്യമായ അമ്മ എല്ലാ മക്കൾക്കും, എല്ലാ ഭാരതീയർക്കും മക്കളുടെയും ദുഃഖമില്ലാതാക്കും. അതായത് അവരെ സംരക്ഷിക്കും. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ, കരുത്തോടെ ഈ മണ്ണിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ ആവശ്യമായതെല്ലാം ആര് കൊടുക്കും? നമ്മുടെ നാട്, സ്വന്തം സ്വരാജ്യം,
ഭാരതാംബ നൽകും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കവിതയിൽ നമ്മുടെ രാജ്യത്തെ എങ്ങനെയെല്ലാമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ അമ്മയാണ്, പെറ്റ നാടാണ് എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അമ്മയ്ക്ക് ദുഃഖമില്ലാതാകുന്നത് എപ്പോഴാണെന്നാണ് കവി പറയുന്നത്? ഉണ്ണിക്കരങ്ങൾ നാടിൻ്റെ കണ്ണീരൊപ്പാൻ കരുത്താർജിക്കുമ്പോൾ. അതായത് അമ്മയുടെ മക്കളാണ്, ഈ നാടിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. അത് നമ്മുടെ പെറ്റ നാടിൻ്റെ കണ്ണീരൊപ്പാൻ കരുത്തി എന്നാൽ അമ്മയുടെ സങ്കടത്തെ ഇല്ലാതാക്കാൻ എപ്പോഴാണ് നമ്മൾ മക്കൾ കരുത്താർജിക്കുന്നത്? അപ്പോൾ പിന്നെ അമ്മയുടെ ദുഃഖം തീരും. അങ്ങനെ ആ അമ്മയുള്ളപ്പോൾ നമ്മൾക്കും എന്ത് ദുഃഖം. അപ്പോൾ നമുക്ക് അമ്മയുണ്ട്, അതേപോലെ നമ്മൾ അമ്മയുടെ മക്കളാണ്. അപ്പോൾ പരസ്പരം സ്നേഹിച്ച് നമ്മുടെ നാടിനു വേണ്ടി പ്രയത്നിച്ച് ജീവിക്കുക എന്നതാണ് പറയുന്നത്. മലയാളത്തിലെ പ്രശസ്ത കവിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഭാഷാ പണ്ഡിതൻ, വാഗ്മി, സാംസ്കാരിക ചിന്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സാഹിത്യ അക്കാദമി, പ്രകൃതി സംരക്ഷണ സമിതി, കേരള കലാമണ്ഡലം എന്നിവയിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് കുടുംബക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിട്ട് പ്രവർത്തിച്ചു. പ്രധാന കൃതികൾ: സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, പ്രണയഗീതങ്ങൾ, ഭൂമിഗീതങ്ങൾ, ഇന്ത്യ എന്ന വികാരം, മുഖമെവിടെ, അപരാജിത, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ആരണ്യകം തുടങ്ങിയവയാണ്. പുരസ്കാരങ്ങൾ: പത്മശ്രീ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. വാർധയിലെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയുടെ രൂപഭാവങ്ങൾ എങ്ങനെയെല്ലാമായിരുന്നു? കീറിയ വേഷവുമായി വാർധയിലെ ആശ്രമത്തിലെത്തിയ കുട്ടിയിൽ ഏറെ ദൂരം സഞ്ചരിച്ചതിൻ്റെ ക്ഷീണഭാവവും പ്രകടമായിരുന്നു. ചുറ്റുമണഞ്ഞ് ചോദ്യങ്ങൾ ഉതിർത്തവരോട് കുട്ടി പറഞ്ഞത് എന്താണ്? ചുറ്റുമണഞ്ഞ് ചോദ്യങ്ങൾ ഉതിർത്തവരോട് കുട്ടി പറഞ്ഞത് ഇക്ഷണം ബാപ്പുവെ കണ്ടിടണം എന്ന് മാത്രമാണ്. കുട്ടി കണ്ട ഗാന്ധിജിയെ കവി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഒരു കൊച്ചു പായയിൽ പുഞ്ചിരിച്ചുകൊണ്ട് നൂൽ നൂറ്റിരിക്കുന്നതായിട്ടാണ് കുട്ടി കണ്ട ഗാന്ധിജിയെ കവി അവതരിപ്പിച്ചിരിക്കുന്നത്. പോയി തന്നെ അച്ഛനും അമ്മയും, ഞാൻ ഏകൻ, എനിക്കിനി ആരുമില്ല എന്ന് സങ്കടപ്പെട്ട കുട്ടിയെ ഗാന്ധിജി സമാധാനിപ്പിച്ചത് എങ്ങനെ? കുഞ്ഞെ, നമ്മുടെ ആശ്രമവും ഇവിടെ കാണുന്ന ആളുകളും നിനക്കുള്ളതാണെന്ന് ഗാന്ധിജി കുട്ടിയോട് പറയുന്നു. തുടർന്ന് നീ എൻ്റെ ഓമലുണ്ണിയാണ്, ഇവിടെ നിന്ന് നീ വേറെ എവിടേക്കും പോകേണ്ടതില്ലെന്നും പറഞ്ഞ് ഗാന്ധിജി കുട്ടിയെ ആശ്വസിപ്പിക്കുന്നു. മകനെ പറഞ്ഞോളൂ വേണ്ട കാര്യം എന്ന് ചോദിച്ച് ഗാന്ധിജിയോട് കുട്ടി പറഞ്ഞത് എന്തായിരുന്നു? തനിക്കൊരു ജോലി പോലും അറിയില്ലെന്നും അലസനായിട്ട് എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നതെന്നുമാണ് കുട്ടി ഗാന്ധിജിയോട് പറഞ്ഞത്. ഇനിയും അമ്മയ്ക്കും അടിത്തട്ടിൽ ഇടമുണ്ട്, നിങ്ങൾക്ക് വേല നൽകാൻ ആരെയാണ് ഇവിടെ അമ്മയെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സ്വന്തം രാജ്യത്തെയാണ് ഇവിടെ അമ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് പ്രയോഗഭംഗി കണ്ടെത്താനുള്ളതാണ്. പുലരിക്കതിരിനോടൊപ്പം പടികടന്ന് പ്രഭാതത്തിൽ ആശ്രമത്തിൻ്റെ പടി കടന്നു വരുന്ന കുട്ടിക്ക് ഉദയസൂര്യനെ പോലെ തിളക്കമുണ്ടായിരുന്നു. ഒപ്പം എന്ന പ്രയോഗം കൊണ്ട് കുട്ടിയുടെ തേജസ്സും കുട്ടി എത്തിയ സമയവും കവി ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതുപോലെ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിരിക്കുന്ന, മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർത്തന്നൽ പോലെ, അക്ഷീണ മന്ദസ്മിതവുമായി എന്നീ പ്രയോഗങ്ങളുടെ ചേർച്ചയും ഭംഗിയും ചർച്ച ചെയ്ത് എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെയാണ് വരികളുടെ അർത്ഥമായിട്ട് വരുന്നത്? പുഞ്ചിരി നൂൽത്തിരി നൂറ്റിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ചർക്കയിൽ നൂൽ നിൽക്കുന്ന ഗാന്ധിജിയുടെ മുഖം എങ്ങനെയുള്ളതായിരുന്നു? പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമാണ്. ഓരോ നൂലും കോർത്തിണക്കിയാണ് ഇങ്ങനെ വസ്ത്രം ഉണ്ടാക്കുന്നത് അല്ലേ? അതേപോലെ, അതായത് വസ്ത്രത്തിൻ്റെ ഊടുംപാവും നെയ്തെടുക്കുന്നത്. അതുപോലെ ദേശമാകെ സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യമൊക്കെ നെയ്തെടുക്കലാണ് ഗാന്ധിജി തൻ്റെ പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത്. ഗാന്ധിജിയുടെ സിദ്ധാന്തം എന്താണ്? അഹിംസയിൽ ഊന്നിക്കൊണ്ട് സത്യാഗ്രഹത്തിൻ്റെ പാതയിലൂടെ അല്ലേ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. അപ്പോൾ ഇവിടെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? പുഞ്ചിരി നൂൽത്തിരി എന്ന പ്രയോഗം സന്തോഷത്തെ അല്ലെങ്കിൽ സമാധാനത്തെയൊക്കെ ജനങ്ങളിലേക്ക്, അതായത് താൻ ചെയ്യുന്ന ജോലിയിലുള്ള ആ സംതൃപ്തിയോടെ സമാധാനത്തോടെ പുഞ്ചിരി നൂൽത്തിരി എന്ന് പറഞ്ഞാൽ എന്താണ്? പുഞ്ചിരി നൂൽത്തിരി എന്ന് പറഞ്ഞാൽ സന്തോഷത്തെ അല്ലെങ്കിൽ സമാധാനത്തെ, സ്വാതന്ത്ര്യത്തെ ജനങ്ങളിലേക്ക് പകരുന്നതിനുള്ള ഒരു പ്രകടിത രൂപമായിട്ട് നമുക്ക് പറയാം. മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കുന്ന കുളിർത്തന്നൽ പോലെ
കവിതയിലെ കുട്ടി ഇവിടെ എങ്ങനെയാണ്? അവൻ ഏകനായിട്ട് വന്നതാണ്. അവൻ അച്ഛനമ്മയൊക്കെ നഷ്ടപ്പെട്ട കുട്ടിയാണ്. താൻ ഒറ്റയ്ക്കാണെന്നതാണ് അവനെ ഏറെ വിഷമിപ്പിക്കുന്നത്. ഗാന്ധിജിയുടെ വാക്കുകൾ അവന് വലിയ ആശ്വാസമായി. അപ്പോൾ മഴ പെയ്തു തീർന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അവൻ്റെ മനസ്സിലെ സങ്കടമൊക്കെ പോയി, ഇല്ലേ? ആ ആശങ്കയൊക്കെ പോയി. ഗാന്ധിജി ആശ്വാസമേകി. അവനടുത്തിരുത്തി സ്നേഹത്തോടെ നീ ഇവിടെ വിട്ട് പോകേണ്ടെന്നാ പറഞ്ഞു, ഇല്ലേ? മാതാപിതാക്കൾ നഷ്ടമായ ദുഃഖം അവനിലുണ്ട്. മഴ പെയ്തു തീർന്നിട്ടും ആ തണുത്തൊരു കാറ്റ് പോലെ എന്ന് പറയുന്നത് എന്താണ്? അവനിൽ അവശേഷിക്കുന്ന ഒരു ചെറിയ ദുഃഖം അവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ആ സങ്കടത്തിൻ്റെ ഒരു അല അവൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. മഴ പെയ്തു കഴിഞ്ഞിട്ടും ആ വീശുന്ന കാറ്റിനൊരു തണുപ്പ് നിലനിൽക്കുന്നത് പോലെ അവന് ആശ്വാസമൊക്കെ ആയി, മനസ്സിൻ്റെ ശാന്തതയൊക്കെ സമാധാനം ഏകദേശമായി. എങ്കിലും അവനാരുമില്ല എന്നുള്ള ഒരു സങ്കടം അവനിൽ അല്പമൊക്കെ അവശേഷിക്കുന്നുണ്ട്. അക്ഷീണ മന്ദസ്മിതവുമായി. എങ്ങനെയാണ് ഗാന്ധിജിയുടെ ആ ജോലി ചെയ്യുന്നതിൽ ഉള്ള ഉത്സാഹത്തെയാണ് ഇവിടെ പറയുന്നത്. ഒട്ടും ക്ഷീണിതമല്ലാതെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ചർക്കയിൽ നൂൽനൂറ്റ് നിരന്തരം ആളുകളുമായി സംവദിച്ചുകൊണ്ട് കഴിയുകയാണ്. അവിടെ എത്തുന്ന ആളുകൾക്ക് നേതാക്കന്മാർ, പത്രക്കാർ, അങ്ങനെ പല കാര്യങ്ങൾക്കും പ്രശ്നങ്ങളാവാം, ഇല്ലെങ്കിൽ പരിഹാരം ആവശ്യപ്പെട്ടായിട്ടാവാം. അങ്ങനെ നിരവധി പേരവിടെ വരുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം ക്ഷീണിതനായിട്ടോ ഒട്ടും അവശനായിട്ടൊന്നും അവിടെ ഭാവം പ്രകടിപ്പിക്കുന്നില്ല. അക്ഷീണ മന്ദസ്മിതവുമായിട്ട്, ഒരു ക്ഷീണവും ഇല്ലാതെ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ ഈ വരുന്നവരോടൊക്കെ വളരെ പ്രസരിപ്പോടുകൂടി ഇടപഴകാനായിട്ട്, അവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ ആ വ്യക്തിത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, ആ വ്യക്തിത്വ പ്രഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അക്ഷീണ മന്ദസ്മിതം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, അമ്മയും നമ്മളും, അല്ലേ? അതിൽ വരുന്ന ചോദ്യം, ഉണ്ണിക്കരമിതു പെറ്റനാടിൻ കണ്ണുനീരൊപ്പാൻ കരുത്തി, എന്നാൽ അമ്മയ്ക്ക് പിന്നെന്ത് ദുഃഖം, അമ്മയുള്ളപ്പോൾ നമ്മൾക്കും എന്ത് ദുഃഖം. ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക എന്നുള്ളതാണ്. ഈ കവിത എഴുതിയത് ആരാണ്? വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ്. തുളസീദളങ്ങൾ എന്ന കവിതാ സമാഹാരത്തിനെടുത്തതാണ്. മാതാപിതാക്കൾ നഷ്ടമായിട്ടുള്ളൊരു കുട്ടി വാർദ്ധയിലെ ആശ്രമത്തിലെത്തുന്നു. ഗാന്ധിജി ആ കുട്ടിക്ക് അഭയം കൊടുക്കുന്നു. നീ ഇവിടെ വിട്ട് പോകണ്ട, നീ ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ബാലൻ ആരുമില്ലാത്തവനാണ് എങ്കിലും അവനെ സ്നേഹിക്കാൻ ആരുണ്ട്? അവൻ്റെ അമ്മയായ ഈ രാജ്യം കൂടെയുണ്ട്, അല്ലേ? ആ അമ്മയ്ക്ക് ഒന്നും രണ്ടുമല്ല 100 കോടി മക്കളാണുള്ളത്. അതിൽ ഉണ്ണിക്കൈകൾ പോലും ഈ പെറ്റനാടിൻ്റെ കണ്ണുനീരൊപ്പാനുള്ള കരുത്ത് ആർജിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. അപ്പോൾ അമ്മയുള്ളപ്പോൾ നമ്മൾ മക്കൾക്ക് എന്തിന് ദുഃഖം ഉണ്ടാവുക എന്നാണ് കവി ചോദിക്കുന്നത്. നമ്മൾ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ സങ്കടത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ കരുത്ത് ആർജിക്കുമ്പോൾ ആ അമ്മ നമുക്കൊപ്പം ഉണ്ട്. അമ്മയ്ക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരുന്നില്ല. അമ്മയുടെ സാന്നിധ്യം എങ്ങനെയാണോ നിങ്ങൾ മക്കൾക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും ആശ്വാസവും സാന്ത്വനവും സ്നേഹവും എല്ലാം ശക്തിയും ഒക്കെ പകർന്നു തരുന്നത്, അതേപോലെ നമ്മുടെ സ്വന്തം നാടും ഇവിടെയുള്ള ഓരോ മക്കൾക്കും ആശ്വാസവും സംരക്ഷണവും സ്വാതന്ത്ര്യവും ഒക്കെ തന്നെയാണ്. അതാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. ഗാന്ധിജിയെ കണ്ട കുട്ടി. വർക്ക്ഷോപ്പിൻ്റെ ഒരറ്റത്തായി ഒരു അടുപ്പ് കത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ മുന്നിൽ ഒരു ആൺകുട്ടി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെല്ലാം പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോഴേക്കും ആഹാരം തയ്യാറാക്കണം. അവൻ ജോലിയിൽ അങ്ങേയറ്റം മുഴുകിയാണ് ഇരുന്നത്. ഗാന്ധിജി അരികിലൂടെ കടന്നു പോയതൊന്നും ആ ബാലൻ അറിഞ്ഞില്ല. ഗാന്ധിജി വർക്ക്ഷോപ്പിന് പുറത്തേക്ക് കടന്നു. അവിടെ മറ്റെല്ലാ കുട്ടികളും അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. കണ്ടോ അവൻ്റെ ഒരു കാര്യം, ഇത്ര അടുത്തുകൂടി പോയിട്ടും അവൻ മാത്രം ഗാന്ധിജിയെ കണ്ടില്ല, കുട്ടികളിൽ ഒരാൾ പറഞ്ഞു. ഗാന്ധിജി അത് കേട്ടു. എല്ലാവരെയും നോക്കി പല്ലില്ലാത്ത മോണകാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇവിടെ എന്നെ ശരിയായി കണ്ടത് അതാ അവൻ. ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കഥയിൽ അടുത്തുകൂടെ നടന്നു പോയിട്ടും ഗാന്ധിജിയെ കാണാതിരുന്ന കുട്ടിയെക്കുറിച്ച് പറയുന്നൊരു കഥയാണ്. ഗാന്ധിജിയുടെ അതിഥി എന്ന കവിത ഗാന്ധിജിയെ കാണാനായി ആശ്രമത്തിലെത്തിയ കുട്ടിയാണ് പറയുന്നത്. ഈ രണ്ട് കഥയിലും കുട്ടികളിലുള്ള സാമ്യം എന്താണ്? അവർ ചെയ്യുന്ന ജോലിയാണ്. കവിതയിലെ കുട്ടി അനാഥനാണ്. അവൻ തൊഴിൽ തേടി ഗാന്ധിജിയുടെ അടുക്കിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ കണ്ട 2 കുട്ടികൾ എന്നുള്ള ആ കഥയിൽ വരുമ്പോഴെങ്ങനെയാണ്? അവൻ തൻ്റെ തൊഴിലിൽ, ജോലിയിൽ വ്യാപൃതനായിട്ട് മുഴുകിയിരിക്കുകയാണ്. അവൻ ആത്മാർത്ഥതയോടുകൂടി തന്നെ പണി ചെയ്യുകയാണ്. തൻ്റെ കൂട്ടുകാർ അധ്വാനിച്ച് വിശന്നു വരുമ്പോൾ അവർക്ക് നൽകാനുള്ള ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു ആ കുട്ടി.
അരികിൽ കൂടി നടന്നുപോയ ഗാന്ധിജിയെ കാണുന്നതിലുപരി തൻ്റെ തൊഴിലിൽ അവൻ വ്യാപൃതനായിരുന്നു. വ്യാപൃതം എന്ന് വെച്ചാൽ അവിടെ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? ഇവിടെ തൊഴിൽ, സഹജീവി സ്നേഹം, പരസ്പരം ഉള്ള പരിഗണന, അധ്വാനിക്കാനുള്ള മനസ്സ്, ഇതെല്ലാം ഇവിടെ പ്രകടമാണ്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി, മൂലധനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അധ്വാനശേഷിയും ബുദ്ധിശക്തിയുമാണ്. അതായത് ഒരു കർമ്മയോഗി എന്നാണ് ഗാന്ധിജിയെ വിശേഷിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ ജോലിയിലുള്ള മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മുടെ അച്ഛനമ്മമാർ ഒക്കെ ചെയ്തു തരുന്നതാണ്, അല്ലേ? പക്ഷെ ഗാന്ധിജി അദ്ദേഹം ധരിക്കാനുള്ള വസ്ത്രം പോലും സ്വയം നൂറ്റെടുത്ത് ആണ് ധരിക്കുന്നത്. താൻ ഉപയോഗിക്കുന്നതും എല്ലാം തന്നെ അദ്ദേഹം തന്നെയാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ ആ കർമ്മയോഗിയുടെ ആ അഭിമാനബോധത്തെ, അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള ആ മനോഭാവത്തെ നമുക്കിവിടെ ആ കുട്ടിയോട് പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗാന്ധിജിയെക്കുറിച്ച് ധാരാളം കവിതകളുണ്ട്. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും സമീപത്തെ വായനശാലയിൽ നിന്നും ഗാന്ധിജിയെക്കുറിച്ചുള്ള കവിതകൾ ശേഖരിക്കൂ, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. എൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികിടത്തിൽ, അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. വള്ളത്തോൾ നാരായണമേനോൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്നുള്ള കവിതയിലെ വരികളാണ്.